കല്യാൺ സിൽക്സിലോ കല്യാൺ സാരീസിലോ എവിടെയെങ്കിലും പോയിട്ട് പണിയെടുക്കുന്ന ഒരാള് രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി വൈകുന്നേരം 7 മണി വരെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. 8 മണിക്കൂർ 7 മണിക്കൂർ 9 മണിക്കൂറൊക്കെ പണിയെടുക്കുന്ന ആളുണ്ട്. അവർക്കൊക്കെ മാസത്തിൽ സാലറി എന്ന് പറയുന്നത് 9,000 10,000 11,000 റുപ്യാണ്. ആ 11,000-ന് 8 മണിക്കൂർ 9 മണിക്കൂറിൽ ഡിവൈഡ് ചെയ്തു എത്രയാണ് അവർക്ക് ഒരു മണിക്കൂർ കിട്ടുക എന്നുള്ളത് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. എന്നാ 357 റുപ്യന്റെ സാധനം ഒരു ദിവസം വിൽക്കുകയാണെങ്കിൽ ആഴ്ചക്ക് 2,500 റുപ്യന്റെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. മിനിമാണ് ഞാൻ പറഞ്ഞത്, വളരെ മിനിമം നടക്കുന്ന കാര്യം. എന്റെ ടീമിലൊക്കെ അതാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഞാൻ മിനിമത്തിന്റെ കേസാണ്, മാക്സിമം അതിന്റെ എത്രയോ മേലെയാണ്. ഈ 357 റുപ്യന്റെ സാധനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നാ സാറാ റീറ്റെയിൽ ചെയ്യാൻ പോകും, സ്കൂള് കുട്ടി പോകും, അത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ സ്കൂൾ കുട്ടിയും എല്ലാരും പറഞ്ഞേച്ച് നിങ്ങളെ ഭർത്താവിനെയും ജോലിക്ക് പറഞ്ഞേച്ച് ഇനി ഭാര്യ ഉണ്ടെങ്കിൽ അങ്ങനെ ഭർത്താവാണെങ്കിൽ ഭർത്താവ് ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് 11 മണിക്കെങ്കിലും ഇറങ്ങിയിട്ട് ഇതൊരു 4 മണിക്കൂറുകൾ കൂട്ടിക്കോളി. വെറും 357 റുപ്യന്റെ സാധനം വെക്കാൻ 4 5 മണിക്കൂറുകൾ എടുക്കുകയാണെങ്കിൽ 4 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ മണിക്കൂറിൽ 89 റുപ്യന്റെ സാധനം വിറ്റാൽ മതി. ഒരു നീം സൂപ്പ് കൊടുത്താൽ മതി ഒരു മണിക്കൂറിൽ. അങ്ങനെ 4 മണിക്കൂറുകൾ പണിയെടുത്തിട്ടാണെങ്കിൽ 357 റുപ്യന്റെ സാധനം വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആഴ്ചക്ക് 2,500 റുപ്യന്റെ സാധനം കണ്ടിന്യൂസ്ലി റീറ്റെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതൊന്നല്ല പ്രശ്നം. നിങ്ങൾ വെള്ളിയാഴ്ചന്റെ ഉള്ളിൽ 2,500 റുപ്യന്റെ സാധനം എടുക്കും, അടുത്ത വെള്ളിയാഴ്ച വരെ അതിന് 2,000 റുപ്യന്റെ സാധനം കുറെ എത്ര ഉണ്ടാവും. നിങ്ങൾ ഇറങ്ങിയിട്ടില്ല, വിറ്റിട്ടില്ല, 400 റുപ്യ സാധനം നിങ്ങൾ തന്നെ എടുത്തിട്ട് തല്ലി വെച്ചതോട് ആക്കിയതായിരിക്കും. അടുത്ത ആഴ്ച വീണ്ടും ലീഡർ പറയുമ്പോൾ സാറേ ഈ ആഴ്ച 2,000 കൊടുക്കും, 5,000 ആയ പോരെ, 3 ആഴ്ച സമയമല്ലേ സാറേ, 4 ആഴ്ച എടുക്കാം, മാസം 5,000 കംപ്ലീറ്റ് ചെയ്താൽ പോരെ. നിങ്ങളെ ചട്ടി ചെറുതാ, നിങ്ങളെ ചിന്ത ചെറുതാ, അതാ പ്രശ്നം. നിങ്ങൾ ഈ സാധനം കണ്ട് വലുതാക്കണം, ഇറങ്ങണം, അങ്ങോട്ട് ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങണം, കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. 357 റുപ്യന്റെ സാധനം ഒരു ദിവസം വെക്കാൻ പറ്റാത്ത മൈലേബിൽ 210 കിട്ടുന്ന ഞാൻ ചോദിച്ചിട്ട് എന്ത് കാര്യമാണ് നടക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും നടക്കൂല. നിങ്ങൾ 357 റുപ്യന്റെങ്കിലും സാധനം ഒരു ദിവസം വിൽക്കാതെ ആഴ്ചക്ക് 210 കിട്ടാൻ എന്ത് യോഗ്യതയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? എനിക്കും നിങ്ങൾക്കും ഇല്ലേ? നമ്മളെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വലുതാ. എനിക്ക് ഫോർച്യൂണർ കാർ എടുക്കണം, എനിക്ക് മറ്റേ ബെൻസ് എടുക്കണം, വീണ്ടും എടുക്കണം. 5 കൊല്ലം കൊണ്ട് ഞാൻ കൊട്ടാരക്കാട് വീടുണ്ടാക്കും, ഞാൻ വിദേശ യാത്രകൾ പോകും. ഇന്നെന്താ ചെയ്യണത്? ഇന്ന് നല്ല മഴയല്ലേ സാറേ, കയ്യൂല, ഇറങ്ങിയിട്ട് കാര്യമില്ല, മൂടി പോച്ച് കടന്നുറങ്ങും. കൊടയില്ല, കോട്ടില്ല, വണ്ടിയിൽ പെട്രോൾ ഇല്ല, ബസ് കിട്ടാൻ നേരം വെക്കൂ, തിരിച്ചെത്താൻ നേരം വെക്കൂ, കല്യാണം ഉണ്ട്, പാലാച്ചലുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ എന്താവും? 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ വലിയ കൂടെ കണ്ടു. എങ്ങനെയത് സംഭവിക്കാൻ നിൽക്കാനില്ല. അപ്പൊ നമ്മള് ചിന്ത എന്താ അറിയോ? ആരെങ്കിലും വരും, എന്തെങ്കിലും വരും. ഐഡി അടിക്കും. പ്രവീൺ സാറ് പറഞ്ഞില്ല, നിങ്ങൾ ഐഡി അടിച്ചാൽ മതി, ആരെങ്കിലും വരും, എന്തെങ്കിലും വരും, നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയാ പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന്റെ കൂടെ നാളെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. നയിക്കാൻ കെൽപ്പുള്ളവന്റെ കൂടെ ആള് നിൽക്കുള്ളൂ, നയിക്കാൻ കെൽപ്പില്ലാത്തവന്റെ കൂടെ ആള് നിൽക്കൂല. ആഴ്ചക്ക് 50,000 കിട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതി ഉള്ളവന്റെ കൂടെ ആഴ്ചക്ക് 1 ലക്ഷം കിട്ടണമെന്നെങ്കിലും വിചാരിക്കണം. പണിയെടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ആഴ്ചക്ക് 50,000 കിട്ടിയാൽ മതി. എന്റെ കൂടെയുള്ള സുബേ സാറിന് ആഴ്ചക്ക് 1 ലക്ഷം രൂപ കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ട്. എന്റെ കൂടെ പണിയെടുത്തിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചിട്ട് പറക്കണം. ഇവിടെ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര, ഞാൻ എന്റെ എക്സ്പീരിയൻസിലേക്ക് ഒന്നും കടക്കുന്നില്ല കേട്ടോ. ഞാൻ ചെറിയ രീതിയിലുള്ള ഞാൻ ഇതിൽ മനസ്സിലാക്കിയ എക്സ്പീരിയൻസ്, അതായത് ഈ മൈ ലൈഫിലുള്ള എന്റെ എക്സ്പീരിയൻസ് അല്ല പറഞ്ഞത്. മൈ ലൈഫിൽ വന്നാൽ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവർ രക്ഷപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര മിടുക്കരാ. ചില ആൾക്കാർ സ്റ്റാറ്റസ് നോക്കിയാൽ മതി, എന്താണ് ലോകത്തിനെ വെട്ടിപ്പിടിച്ചവൻ, പുഞ്ചിരി കൊണ്ട് കീഴടക്കിയവൻ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഭയങ്കര മോട്ടിവേഷനിലാണ് ഉണ്ടാവുക. ഞാൻ ചോദിക്കുക ഏടേ പോലെ സാറേ ഞാൻ മീറ്റിങ്ങിന് വരും കിട്ടും, എന്തേ വൈകിയ സാർ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇറങ്ങില്ല. ഓരോ സ്റ്റാറ്റസ് എന്താ അറിയാം, ഭയങ്കര സ്റ്റാറ്റസ്. ഉച്ചടിക്കുക അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ ഓപ്പൺ ആയിട്ട് എന്റെ ടീമിലൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അങ്ങനത്തെ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നത് വമ്പ സ്റ്റാറ്റസ് ആണ്. നാട്ട് നമ്മള് നിന്നുകൊണ്ട് ഇറങ്ങിപ്പോവും. നിങ്ങൾ പരാജയപ്പോ നിങ്ങൾ വിജയിക്കുന്നതിന് ആദ്യം നിങ്ങളെ പുച്ഛിക്കും, പരിഗണിക്കും, പരിഹസിക്കും എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടിട്ടു. എന്നിട്ട് ഓനെ നോക്കിക്കുകയാണെങ്കിലോ ഓനാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു, ബുക്കറും ഉണ്ടാവില്ല, ആകണവും ഉണ്ടാവില്ല. എത്ര വരുമാനം ഈ ആഴ്ച? ഈ ആഴ്ച ഒന്നുമില്ല സാറേ. കഴിഞ്ഞ ആഴ്ച ഒന്നുമില്ല, കിട്ടിയില്ല. ഒരു മാസമായിട്ട് 90 റുപ്യ ഉണ്ട് മെയിലിഡിയിൽ പർച്ചേസ് ചെയ്തത്, അത് കിട്ടൂലല്ലോ. അതങ്ങനെ കിടക്കും ക്യാരി ഫോർവേഡിൽ. എന്നിട്ട് 4-5 മാസം കഴിഞ്ഞാൽ 4-5 ആഴ്ച കഴിഞ്ഞാൽ ആ 90 പോകും. സാറേ എനിക്കൊരു 90 വരാണ്ട് ഞാൻ പോയി. ഇതല്ലേ ബിസിനസ് നമ്മളെ? ഇതിനാണോ ബിസിനസ് എന്ന് പറയുന്നത്? പല ആളുകളും നിങ്ങൾ വെറുതെ, ഞാൻ വെറുതെ വരല്ല, എന്റെ ടീമിലുള്ള സംഗതിയാണ്. ഞങ്ങൾ തന്നെ പറയാം, നിങ്ങൾ മിടുക്കന്മാരാന്ന് എനിക്കറിയാം, നിങ്ങൾ ഇങ്ങനെ ഒന്നും ആവില്ല, നിങ്ങൾ വാങ്ങേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ആൾക്കാരില്ലേ? ഒരു 220 വരാണ്ടോ ക്യാരി ഫോർവേഡ്? ആ 220 എന്നാ വരിക? അതിന്റെ കൂടുതൽ 230 വരണം.
എന്നാലേ 450 വരുള്ളൂ. പക്ഷെ ഈ 220 പോയി പോവുകയാണ്. കാരണം എന്താ, അതിന്റെ ശേഷം പിന്നെ പണിയെടുക്കില്ല. പിന്നെ മാസത്തിലാകെ ഒരു 90ന്റെ പണിയാണ് നടക്കുന്നത്. മെയിൻ ഐഡി കട്ടാ വെക്കാനും റീപർച്ചേസ് ഇങ്ങനെ ചെയ്ത ആൾക്കാർക്ക് ചില മിടുക്കന്മാർ അതും ചെയ്യൂല. എനിക്കൊന്നും വരാനില്ലല്ലോ, അതിന് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ബിസിനസ്. എന്നിട്ട് നമ്മൾ മൈലേജിന്റെ ബാനറിൽ ടാഗും സ്റ്റാറ്റസും ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്? മൈലേജ് നല്ല നമ്പർ 1 കമ്പനി. എന്താ നമ്മള് ഒരു കാര്യമില്ല. നിങ്ങൾ നമ്പർ 1 കമ്പനിയിലും നമ്പർ 1 പ്രൊഡക്റ്റും നമ്പർ 1 ലീഡേഴ്സിനെ കൂടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ഒരു തീരുമാനം ഉറപ്പിച്ചിറങ്ങിയാലേ കിട്ടുള്ളൂ. അല്ലാതെ ബെല്ലി സാർ ഓക്കെയാണ്, ശൈലേഷ് സാർ അടിപൊളിയാണ്, ശ്രീധരൻ സാർ, അനിൽ സാർ, അനിൽ സാറൊക്കെ പൊളി, നമ്മളെ ലീഡേഴ്സൊക്കെ അടിപൊളിയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടിപൊളിയാവണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. നമ്മളെള്ള കഴിവ് മതി. ഒന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാതെ. ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളോട്, നിങ്ങൾ ഇന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കല്ല. ഇന്ന് എന്തായി തീർന്നുള്ളത് നോക്കല്ലേ. നാളെ വരാനിരിക്കുന്ന മനോഹരമായ പുഞ്ചിരിയുടെ പൂക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ഇന്ന് കരച്ചിലും പിടിച്ചിലും തിരിച്ചിലും ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ മാറ്റാനുള്ള ഒരു സാധനമാണ് നിങ്ങളെ കൈവന്റെ കൈവലുള്ളത്. ബെല്ലി സാർ WTC 35 കോടിയെ അതേ കമ്പനി, അതേ പ്രൊഡക്റ്റ്, അതേ പ്ലാറ്റ്ഫോം, അതേ എന്താ പറയാ, അതേ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളെയും കൈമൽ ഇതേ ID ഉള്ളത്. ആ ID നമ്പറിൽ മാത്രം വ്യത്യാസമുണ്ട്. ID നമ്പറിന്റെ പേര് ബെല്ലി എന്നാണെങ്കിൽ നിങ്ങളെ പേര് സുരേന്ദ്രൻ എന്നാണ്, നിങ്ങളെ പേര് സീജ എന്നാണ്, നിങ്ങളെ പേര് പത്മിനി എന്നാണ്, ഷെഫീഖ് എന്നാണ്, ആനന്ദം എന്നാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. ആ 10 ID നമ്പറും വ്യത്യാസം അല്ലേ? ഇതെല്ലാം വ്യത്യാസമുള്ളൂ. വേറെന്താ വ്യത്യാസമുള്ളത്? പ്രവീൺ സാറും ആണുണ്ട്, മുബീൻ സാറും ആണുണ്ട്, എലമെന്റ്സും ആണുണ്ട്, ഓളന്റോടും ആണുണ്ട്. പിന്നെന്താ വ്യത്യാസം? 12% ഒരു കുഞ്ഞമ്മക്കും 12%. അപ്പൊ പ്രവർത്തിക്കണം. ഒരു മനുഷ്യൻ ചെയ്തതൊക്കെ മറ്റൊരു മനുഷ്യനും കിട്ടും. ആ മനുഷ്യൻ എന്താണോ ചെയ്തത് ആ പണി ചെയ്യാൻ നിങ്ങളും ഞാനും തയ്യാറായാൽ മതി. പക്ഷെ നമ്മളത് ചെയ്യൂല. നമ്മൾ ചെയ്യണവരെയും കുറ്റം പറയും. ചില ആൾക്കാര് ലീഡേഴ്സ്, ഞാൻ കണ്ടിട്ടുണ്ട് അപ്ലൈ ലീഡേഴ്സ് ഡൗൺലൈൻ വെച്ചേ കൊണ്ടാ പോണേ. ഞാൻ GTSന് എന്നും ഇങ്ങനെ പോകുന്നു വേണ്ട, ആരെങ്കിലും ഉണ്ടേ പോയാൽ പോരെ. അപ്ലൈ പറഞ്ഞു കൊടുക്കുക, ഓര് പോകാൻ കഴിയൂല. പിന്നെ എങ്ങനെയാ ടീം നന്നാവുക? ഞാൻ കേട്ടത് അതൊക്കെ. ചിലപ്പോ ട്രെയിനിങ്ങിന് വന്ന് കുത്തിരിക്കുമ്പോൾ ചോദിക്കും, പ്രോ ട്രെയിനിങ്ങിന് വന്നിട്ട് എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും, ഇപ്പൊ എന്തിനാ എങ്ങനെ എന്നും വരുന്നത്? അത് അപ്ലൈനാട്ടോ ചോദിക്കുന്നത്. അതാണ് ഇതിന്റെ കോമഡി. അപ്ലൈ ചോദിക്കുക, ഡൗൺലോഡ് എല്ലാ ട്രെയിനിങ്ങിനും വരുന്നുണ്ടല്ലോ ഇത്. അപ്പൊ എനിക്കിത് പഠിക്കണ്ടേ പ്രൊഡക്റ്റ് ഒക്കെ? അതിപ്പോ ഓൺലൈനിൽ പഠിച്ചു, ഇവിടെ വന്നിട്ട് വെറുതെ 150 കൊടുത്ത് പഠിക്കും. വെറുതെ ആളുടെ വെറുതെ പൈസ ഇട്ടാണല്ലോ. എനിക്ക് സംഗതി ഞാനൊരു അവസരം തന്നുള്ള കണക്കാണെങ്കിൽ വെറുതെ പൈസ ഇട്ടാഞ്ഞിട്ട് വെറുതെ എന്നോട് ചോദിക്കരുതേ. ഇതൊക്കെയാണ് നമ്മുടെ പയര്. 5-6 കാട്ടാന വന്നാൽ ഞാനെന്ത് കാട്ടാനാ വഹിച്ചിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 6 വന്നാൽ ഞാനെന്ത് കാട്ടാനാ വഹിക്കും. ഇതേമാതിരി നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇനിയും പഠിക്കാനുണ്ട്. തുടരും സിനിമയിൽ വില്ലൻ പറഞ്ഞ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ, ഇനിയും നമ്മളെ കുറെ അറിയാനുണ്ട്, അറിയില്ല. അതേമാതിരി നമ്മൾ ഇനിയും കുറെ പഠിക്കാനുണ്ട്. എനിക്ക് എത്ര പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും ഇമ്പോർട്ടന്റ് കൊടുക്കുക. നിങ്ങളെ ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ആ ലീഡേഴ്സ് ലീഡർ ആയതും ആ ലീഡർ ITC ആയതും ആ ലീഡർ NTC ആയതും ആൾ ഒരുപാട് പെയിൻഫുൾ സ്റ്റോറിയിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് ആൾ ഇതിൽ ഒരു അറ്റം കണ്ടിട്ടാണ് ആൾ NTC ആയത്. ആളുടെ കൈവിനകൾ നോക്കണ്ട, ആളുടെ നോളജുകൾ നോക്കണ്ട, ആളെ പഠിപ്പിനകൾ നോക്കണ്ട. എഡ്യൂക്കേഷൻ ഒക്കെ വെറും പേപ്പറിലല്ലേ. 10ാം ക്ലാസ് വരെ പോയിരിക്കും, 7ാം ക്ലാസ് വരെ ശ്രീധരനും, 4ാം ക്ലാസ് വരെ അൽതാഫ് സാറും ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഡിഗ്രിയുമായിട്ട് കൊണ്ടുവരരുത്. അത് നിങ്ങളെ വീട്ടിലാണ് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട്, ആ ഡിഗ്രിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ ഡിഗ്രി, നിങ്ങളെ ഹയർ എഡ്യൂക്കേഷനും, നിങ്ങളെ MBBS-ഉം, നിങ്ങളെ വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളെ വീട്ടിന്റെ അകത്ത് മൈലൈഫിലേക്ക് അത് കൊണ്ടുവരരുത്. മൈലൈഫിലേക്ക് പിറന്നു വേണം ഒരു കുട്ടിയെ പോലെ വരിക. ബുദ്ധിമുട്ട്. അന്നലെ പ്രവേശനോത്സവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ കൊണ്ടുപോകാൻ വിട്ട പാട്. കരച്ചിലും പിടിച്ചിലും ബാഗെടുത്ത് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വയറുവേദന ആയിരുന്നു, എനിക്കിത് പോകാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ കണ്ടതാ. ഇതന്നെയാണ് ഈ ബിസിനസ്സിൽ തുടക്കത്തിൽ ആളുകൾ കാണിക്കുക. എന്നാൽ 5 കൊല്ലം കഴിഞ്ഞാലും അവരത് കാണിക്കുന്നുണ്ടോ? 6 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ? 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പോകില്ലാന്ന് പറയണോ? 10ാം ക്ലാസ്സിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കണം ഓരോട്, ഇന്ന് പോണ്ട. അപ്പൊ ഒരു നിങ്ങൾ ഉണ്ടല്ലേ ഓരോ പറയുന്നത്, ഇന്ന് പോണോ, ഇന്ന് എക്സാം ഉണ്ട്, ഇന്ന് അതുണ്ട്, ഇന്ന് ഇതിന് പോണോ, ഇന്ന് എഴുതാണ്ട്, പിന്നെ ഒരു കൂടി തിരിച്ചു പറയും. ഇതേമാതിരി നിങ്ങൾ ഇന്ന് കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങളോട് ഇല്ല 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 അത് ഇതെന്നൊക്കെ പറയും. അവരെ എങ്ങനെങ്കിലും സോപ്പിട്ടുകൾ കൊണ്ടാക്കി പോന്ന് ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തസ്ലീമേടം പറയാണ്, എന്തിനാ മീറ്റിങ്ങിന് പോണ്, ഇജ്ജ് വരില്ലേ വേണ്ട, ഇയാളെന്നോ എന്റെ കൂടെ ഒരു 10-20 ആളുണ്ട്. അങ്ങനെ വേണം, എന്റെ കൂടെ 10-20 ആളുണ്ട്. അന്ന് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ അന്ന് 20, 30, 40 ആളൊക്കെ വരും.
കഴിഞ്ഞ ദിവസം പ്രോ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പൈസ ചോദിച്ച് ആൾക്കാരോട് പോയി. ആകെ 25 ആളാണ് 150 റുപ്യക്ക് അഡ്വാൻസ് ഇട്ടത്. പക്ഷെ ആടെ എത്തി നോക്കുമ്പോൾ ടീമിൽ ഒരു 80-90 ആൾക്കാരുടെ ഉണ്ട്. അങ്ങനെ വരും ആൾക്കാര്. ആ ലെവലിലേക്ക് ഒരു ഏയിലാ വരുന്നത് എവിടുന്നാ വരുന്നതെന്ന് കണക്ക് നമുക്ക് കിട്ടൂല. ഇത് തന്നെയാണ് മൈലേക്ക് ലിങ്കും. 400-500 വാങ്ങി എന്റെ അക്കൗണ്ടിലേക്ക് ആഴ്ചയിൽ 15,000, 20,000, 30,000, 40,000, 50,000 ഒക്കെ എവിടുന്നാ വന്ന് വീണത് എവിടുന്നാ വരുന്നത് നമുക്കറിയില്ല. അതിങ്ങനെ പല ആഴ്ചകളിലായിട്ട് വരും. അപ്പോ തീർച്ചയായിട്ടും ഈ ബിസിനസിനെ ബിസിനസ് ആയിട്ട് കാണുക. ഞാനും നിങ്ങളും ഇപ്പം ചെയ്യുന്നത് ബിസിനസ് അല്ല. നമ്മളിപ്പം ചെയ്യുന്നത് പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കുകയാണ്, അല്ലെങ്കിൽ വാങ്ങി വെക്കുകയാണ്. നമ്മൾ വിൽക്കാന്നും പറഞ്ഞില്ല, വാങ്ങി വെക്കുകയാണ്, വാങ്ങി ഉപയോഗിക്കുകയാണ്. ഈ രീതിയിലേക്കൊക്കെ മാറി അല്ലെ. വാങ്ങി വെക്കുകയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എന്തോ വേറെന്തോ ആയിപ്പോയി. വാങ്ങി വിൽക്കലല്ല, വാങ്ങി വെക്കലാണ് എന്നാണ് ഞാൻ പറയുന്ന ടീമിനോട്. വാങ്ങി വെക്കും, വാങ്ങി ഉപയോഗിക്കും, വെക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് കമ്പനി തരുന്നത്, ആ പ്രൊഡക്റ്റ് ഇങ്ങനെ കൊണ്ട് വാങ്ങി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ടീം ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പരാജയത്തിലാണ്. ടീം ബിൽഡ് ചെയ്ത് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും ഒരു വരുമാനം എത്തിക്കുന്ന പണി ചെയ്താലേ ഇതിന്റെ ബിസിനസ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഞാനും ചെയ്യുന്നത് ഒരു ജോലിയാണ്, ബിസിനസ് അല്ല. ഒരു ജോലിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പാർട്ട് ടൈം ചെയ്യുന്നതിന്റെ പേരാണല്ലോ ജോലി, ഫുൾ ടൈം ചെയ്യുന്നതിന്റെ പേരാണല്ലോ ബിസിനസ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. നമ്മളൊരു സാധനം ഫുൾ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ബിസിനസ്, പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ജോലി. നമ്മൾ ഇന്ന് പല ആളുകളും പാർട്ട് ടൈം അല്ലേ ചെയ്യണത്, അത് ജോലിയാണ്, അത് ബിസിനസ് ആയിട്ടില്ല. ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഇറങ്ങി ഇതിന്റെ മുകളിൽ നടക്കണം. നിങ്ങൾക്ക് വേതനം ഇങ്ങനെ കിട്ടണം, നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവണം. അന്നേരം നിങ്ങൾ നോക്കിയിട്ട് ചിരിക്കും നിങ്ങളെ ലീഡേഴ്സ് ഒക്കെ ഓ ബിസിനസ് ആയി, ഓ സത്യത്തിൽ റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയും. ആ രീതിയിലേക്ക് വളരണം നമ്മൾ. അങ്ങനെ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഈ ഒരു ഇതുപോലത്തെ മോർണിംഗ് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ലീഡേഴ്സ് വെക്കുന്ന എല്ലാ ട്രെയിനിങ്ങും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അന്ന് നാളെന്തേലും GTS ഉണ്ട്, മാക്സിമം ആളുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പൈസ ചെയ്യാൻ പറഞ്ഞല്ലോ കൊടുക്കണ്ട, വണ്ടി വിളിച്ചു വന്നാലും കുഴപ്പമില്ല. ലീഡേഴ്സ് 4 ആൾക്കാർ 100 രൂപ കട്ടിട്ട് എണ്ണ അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. നിങ്ങളും ഞാനും അത് ചെയ്തില്ലേ, നാളെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ പല ഭാഗത്തും കാണാൻ പറ്റും. അവരൊക്കെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കും. നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത രീതിയിൽ കമ്പനി എന്തൊക്കെ ഓഫറുകൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ നേടിയെടുക്കാനും, നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്താണോ നിങ്ങളെ വേദനിപ്പിക്കുന്ന സാധനം അത് വരുന്ന വർഷങ്ങളിൽ സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വീരേഷ്.